ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ 1ാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗമായിട്ടുള്ള മാനത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കവിത നമുക്കൊന്ന് വിശദീകരിക്കാം, അതിനുശേഷം ചോദ്യങ്ങളുടെ ഉത്തരവും കണ്ടെത്താം. റെഡിയാണോ? കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കൂ. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പാഠഭാഗമായിട്ടുള്ള ഒളിച്ചുകളിയിൽ നമ്മൾ കടങ്കഥകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതും കടങ്കഥയെ പോലെയുള്ളത് തന്നെയാണ്, പക്ഷേ ഇതൊരു കവിതാ രൂപത്തിലാണെന്ന് മാത്രം. മാനത്തെ കാഴ്ചകൾ. എന്താണ് മാനം എന്ന് പറഞ്ഞാൽ? ആകാശം. ആകാശത്തെ കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നീലക്കായലിലകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേരാ കായലേ തെന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. എന്താണ്? നീല നിറത്തിലുള്ള കായലിൽ എന്തില്ല? വെള്ളവുമില്ല, അവിടെ നിലയുമില്ല. നില എന്ന് പറഞ്ഞാൽ അവിടെ അടിത്തട്ടുമില്ല. പിന്നെ തീരമില്ലാത്ത ആ നീലക്കായൽ ഏതാണ്? ഇത്തിരി പൂവേ ഇത്തിരി പൂവേ നീ പറയൂ എന്നാണ് പറയുന്നത്. അനന്തമായി കിടക്കുന്ന നീലാകാശത്തെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അതിനെ നീലക്കായലിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നീല നിറത്തിലുള്ള കായലിൽ വെള്ളവുമില്ല അടിത്തട്ടുമില്ല എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ. നീലക്കായലിലകും വഞ്ചിയിലാളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേ തെൻ സുന്ദരിപ്പൂവേ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകലാരൂപം ചന്ദ്രകലാരൂപം. അപ്പം അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? നീലക്കായലിൽ ഇളകിയാടുന്ന വഞ്ചിയിൽ ആളില്ല, വഞ്ചിയിൽ ആളില്ല തുഴയില്ല, ആളുമില്ല അതിൽ തുഴയുമില്ല. കാറ്റിലുലയുന്ന ആ തോണിയിലേത് സിന്ദൂരപ്പൂവേ നീ പറയൂ എന്നാണ് പറയുന്നത്. അഥവാ നീലക്കായലിൽ ഇളകുന്ന വഞ്ചിയായി ചന്ദ്രകലയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരും സഞ്ചരിക്കാത്ത ആളില്ലാ വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം അവിടെ ശോഭിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂട് കിട്ടാത്തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത തീക്കനലേത്? മന്ദാരപ്പൂവേ എന്ന ചോദ്യമാണ് ഇവിടെ മന്ദാരപ്പൂവിനോട് ചോദിക്കുന്നത്. കൈവിളക്ക് കണക്കെ പ്രഭചാരിയും ആകാശതാരകമാണെന്ന ഭാവന കൃത്യമാണ്. ആകാശത്തെ നീലക്കായലായും അമ്പിളിക്കലയെ അതിൽ നീന്തുന്ന തോഴിയായിട്ടും അതുപോലെ തന്നെ തീയും പുകയും ഇല്ലാത്ത കനലിനെ കുറിച്ചിട്ടുമാണ് ഇവിടെ പറയുന്നത്. പ്രഭാവർമ്മയുടെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം പരന്നു കിടക്കുകയാണ് അല്ലേ? ആകാശവും ഇതുപോലെ അനന്തമായി പരന്നു കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടും നല്ല ചേർച്ചയുണ്ട്. അപ്പം എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം പരന്നു കിടക്കുകയാണ്, ആകാശവും ഇതുപോലെ അനന്തമായി പരന്നു കിടക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് ചന്ദ്രകലയെ ആകാശത്തിലെ തോണിയായിട്ട് അദ്ദേഹം പറയുന്നത്? നീലക്കായൽ പോലെ പറന്നു കിടക്കുന്ന നീലാകാശത്തു കൂടി അമ്പിളിക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണ് എന്ന് പറയുന്നത്. അഥവാ അമ്പിളിക്കലയ്ക്ക് തോണിയുടെ ആകൃതിയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം. നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരുന്നില്ല. അഥവാ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രം നമുക്ക് എണ്ണിയാലും തീരില്ല. അപ്പോൾ ഒരു കടങ്കഥ നമുക്ക് ഇങ്ങനെ എഴുതാം: എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരുന്നില്ല. മറ്റൊന്ന്, ആന കേറാമല ആളു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഒന്നും കൂടെ പറയാം: ആന കേറാമല ആളു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഇനി
ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ, അവയുടെ ഉത്തരം കണ്ടെത്താനായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ടീച്ചർ ക്ലാസ് റൂമിൽ ചെയ്ത പ്രവർത്തനമായിരിക്കും. അപ്പോൾ കൂട്ടുകാരൊക്കെ അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് താഴെയായിട്ട് മറ്റൊരു പ്രവർത്തനം, മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ, കൂട്ടുകാരുമായി പങ്കിടൂ, അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. തെങ്ങ്, അതുപോലെ തന്നെ വണ്ടികളുണ്ട്, പുഴ ഒഴുകുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു 2-3 കടങ്കഥകൾ ഉണ്ടാക്കാം. ഒന്നാമത്തെ തെങ്ങെടുക്കാം. തെങ്ങിനെ കുറിച്ച് എന്ത് പറയാം? ചെറുപ്പത്തിൽ ഉടുത്തു നിൽക്കും, വലുപ്പത്തിൽ ഉടുക്കാതെ നിൽക്കും. അഥവാ ചെറുപ്പത്തിൽ ഉടുത്തു നിൽക്കും, വലുപ്പത്തിൽ ഉടുക്കാതെ നിൽക്കും. ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് തീവണ്ടിയെ കുറിച്ച് പറയാം. കൂകി വിളിച്ചോടി വന്നു, ഒരുപാടിറക്കി ഒരുപാടേറ്റി. ഓക്കെ, കൂകി വിളിച്ചോടി വന്നു, ഒരുപാടിറക്കി ഒരുപാടേറ്റി. ഇനി വെള്ളം, പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. റോഡാണെങ്കിൽ ചുരുട്ടിയാലും തീരാത്ത പായ. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതിലെ ഓരോ സംഭവങ്ങളും എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അവസാനത്തേത്, കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഉത്തരം കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചറുമായിട്ട് നല്ല ചർച്ച ചെയ്ത് ടീച്ചർ പറഞ്ഞു തരും എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗമാണ് നോക്കാനുള്ളത്, താളവും മേളവും എന്നതിലെ കാനനോത്സവത്തെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.